ഹേ ഗായ്സ്, ടീനേജ് കഴിയുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ടീനേജ് എന്ന് പറയുമ്പോൾ കണ്ട അമ്മച്ചി ലുക്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊച്ചാണെന്നേ. ഒരു 2 ദിവസം മുന്നേ കോളേജിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. സൂചി കണ്ടാൽ പേടിക്കുന്ന എന്നെ പലരും ധൈര്യം തന്നാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എക്സ്പ്രഷൻ കിട്ടിയോ? ഇങ്ങനെ പേടിക്കലടാ. പെമ്പിള്ളാറെ വില കളയാനായിട്ട് ഇല്ലാത്ത ധൈര്യം എവിടുന്നൊക്കെ സംഭരിച്ചു ഞാനും ഒരു ബ്ലഡ് ഡോണറായി. ദേ കണ്ടില്ലേ ബ്ലഡ് ഓടി കയറുന്നത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഓക്കെയാണ്. എന്നും പോകുന്നത് പോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ ട്രീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ന്യൂട്രൈസിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തോ പറ്റിയെന്നറിയില്ല, എന്തായാലും സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, ഓരോരുത്തരും ഓരോന്നിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞാനും എടുത്തു ഒരു ബ്ലൂബെറി. പതിയില്ലാതെ ഇന്ന് സെലിബ്രിറ്റി നമ്മളോട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദേവുവിന്റെ ഒക്കെ പരിദോഷണ കമ്മിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബെല്ലടിച്ചു, നമ്മൾ കോളേജിൽ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ അമ്പലത്തിൽ പോയാണ്. ശ്രീലുവിന്റെ ബർത്ത്ഡേ ആണ്. എങ്ങനെയുണ്ട് ശ്രീലു ബർത്ത്ഡേ ആയിട്ട്? വണ്ടി ഇടിക്കും. ഫൈനലി പുതിയൊരു വർഷത്തിന് തുടക്കമായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങ് പുറകിൽ കാണുന്നതാണ് നമ്മുടെ കോളേജ്. പുള്ളിക്കാരനെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാ വെറുതെ ഇവിടെ പോകാൻ തോന്നുക? ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരനും ഹാപ്പിയാവും, കൊടുത്തതിൽ നമ്മളും ഹാപ്പിയാവും. നന്നായി കണ്ടു തൊഴാൻ പറ്റി. ഒരു കാര്യം പറയാൻ മറന്നുപോയി, എന്റെ ലൈഫിൽ എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ദിവസങ്ങൾ വളരെ ചുരുക്കമാണ്. അതുപോലെ സർപ്രൈസുകളും. ഞാൻ ഒരുപാട് സർപ്രൈസുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങോട്ട് കൊടുക്കാറുണ്ട്, പക്ഷെ കൊടുക്കുന്നതിൽ പകുതിയും ചീറ്റി പോകാറേ ഉള്ളൂ. എന്നാൽ പോലും കൂടുതലൊരു ശരിയാക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അവളുമാര് സാധാരണ തെറ്റിക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഈ തവണ എന്തോ ശരിയാക്കി. സാധാരണ ഇതുപോലുള്ള കുരുത്തങ്കട്ടുള്ളവർ കണ്ണുകൊത്തി പിടിച്ചോണ്ട് വരുമ്പോൾ എന്തെങ്കിലും പാറ്റിയോ പഴുതാരെ എടുത്തു തരാനാണ് പതിവ്. ആർട്ടിഫിഷ്യൽ ആണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ടല്ലേ, പക്ഷെ എങ്ങനെയല്ല, നാച്ചുറൽ ആണ് കേട്ടോ. ഈ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് വന്നത് ഈ ഒരു ഡ്രസ്സ് തരാനാണെന്ന് പലർക്കും തോന്നും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടുസൂചി എനിക്ക് തന്നാലും അതെനിക്ക് ഏറെ വിലപ്പെട്ടതാണ്. ബർത്ത്ഡേക്ക് ഒരാഴ്ച മുന്നേ തന്നെ ഗിഫ്റ്റ് വന്നുകൊണ്ട് അതാണ് അത്ര സർപ്രൈസ്. ഇതാണ് കേട്ടോ അവരെനിക്ക് തന്ന ഗിഫ്റ്റ്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഉലാത്തുകയാണ്. കോളേജിൽ പോകണം. ഗോപുരം കണ്ടോ? എന്താണ് ഇതുപോലുള്ള ഓരോ ചളികൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഈ പൊരിഞ്ഞ വെയിലത്ത് നടത്തിക്കൊണ്ട് വന്നത്. എന്റെ ബർത്ത്ഡേ ഇന്നാണെങ്കിലും, അതായത് ജൂലൈ 4-നാണ് എന്റെ ബർത്ത്ഡേ. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ 3-നാണ്. കാരണം 4-ന് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ധനനഷ്ടവും മാനഹാനി അല്ലാതെ ഇവളമാരെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവും ഇല്ല. കണ്ട ഊറ്റാനി അതുകൂടെ ഉള്ളായിരുന്നു, അതുകൂടെ പോയി കിട്ടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും വേറെ ഉപയോഗം ഇല്ലെങ്കിലും തലയ്ക്കകത്ത് നിറയെ കളിമണ്ണാണെങ്കിലും എന്നെ ഉപദ്രവിക്കുക മാത്രമാണ് ഇവരുടെ പ്രധാന വിനോദമെങ്കിലും എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ലവ് യു സോ മച്ച്. ഇവര്